നിയമസഭയിൽ കിഫ്ബി ആയുധമാക്കി പ്രതിപക്ഷം. റോജി എം ജോൺ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. കിഫ്ബി വെന്റിലേറ്ററിൽ എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കിഫ്ബി പണം ആരുടെയും തറവാട് സ്വത്തല്ലെന്നും വി.ഡി. സതീശൻ. കിഫ്ബിയോട് ഇപ്പോഴുള്ള പ്രതിപക്ഷത്തിന്റെ സ്നേഹം ധൃതരാഷ്ട്രാലിംഗനം പോലെയെന്ന് ധനമന്ത്രി പരിഹസിച്ചു. കിഫ്ബിയെ തകർക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമമെന്നും ബാലഗോപാൽ പറഞ്ഞു. സമയത്ത് 12,000 കോടി രൂപയാണ് ചെലവാക്കിയതെങ്കിൽ ഇപ്പോൾ ആകെ ചെലവ് 34,000-35,000 കോടി രൂപയിലേക്ക് വരുന്നു. ഈ 2 വർഷം കൂടെ കഴിയുമ്പോൾ അത് ഇതിൻ്റെ ഇരട്ടിയായി വരുന്ന തരത്തിലേക്കുള്ള സ്പെൻഡിങ് നടക്കുകയാണ് സർ. അതുകൊണ്ട് കിഫ്ബി പുറകോട്ട് പോയിട്ടില്ല. ഓരോ മണ്ഡലങ്ങളിലും നിങ്ങളുടെ ഓരോ മണ്ഡലങ്ങളിലെയും സ്വപ്ന പദ്ധതിയായി നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലെ സ്വപ്ന പദ്ധതിയിൽ പ്രതിപക്ഷത്തിനും വ്യത്യാസമൊന്നുമില്ല. അവിടെ വെച്ചിരിക്കുന്ന പദ്ധതികൾ ഉൾപ്പെടെ പൂർത്തീകരിക്കാനും വേഗം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനൊരു അടിയന്തര പ്രമേയം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല സർ. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭയിൽ നിന്ന് അർജുൻ രാജ് ചേരുകയാണ്. അർജുൻ, കിഫ്ബി വിഷയത്തിൽ ഭരണ പ്രതിപക്ഷങ്ങൾക്കിടയിൽ എന്തൊക്കെ വാദപ്രതിവാദങ്ങളാണ് ഇന്ന് നിയമസഭയിൽ നടന്നത്? കിഫ്ബി പദ്ധതി വഴി ടോൾ പിരിക്കുക അല്ലെങ്കിൽ കിഫ്ബി വഴി സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ സർക്കാർ ശ്രമം നടത്തുന്നുവെന്ന തരത്തിൽ വിലയിരുത്തൽ ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ ഇന്ന് ഉന്നയിച്ചത്. പ്രധാനമായും കിഫ്ബി എന്നത് മോശം സാമ്പത്തിക മോഡലാണെന്ന വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കിഫ്ബി വഴി ഏറ്റെടുത്ത പദ്ധതികളിൽ 20% മാത്രമാണ് ഇതിനോടകം തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ബാക്കി 80 പദ്ധതികളും ഇപ്പോൾ പൂർണ്ണമാകാതെ നിൽക്കുകയാണ്. ഒച്ചയുന്ന വേഗത്തിലാണ് കിഫ്ബി പദ്ധതികൾ മുന്നോട്ട് പോകുന്നത്. അതൊരു മോശം സാമ്പത്തിക മോഡലായിരുന്നുവെന്ന് അംഗീകരിക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. മറുപടി നൽകിയ ധനമന്ത്രി ഇക്കാര്യത്തിൽ നേരത്തെ പ്രതിപക്ഷം വിമർശിച്ചിരുന്ന പ്രതിപക്ഷ MLA-മാരൊക്കെ ഇപ്പോൾ കിഫ്ബി വഴി പദ്ധതികൾ വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. കിഫ്ബി വഴി സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ 50,000 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. കിഫ്ബി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ രീതിയിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക്, വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് ഈ ഘട്ടത്തിൽ നടത്താൻ കഴിയുമോ എന്നായിരുന്നു ധനമന്ത്രി ചോദിച്ചത്. എന്ന് മാത്രമല്ല, ഈ കിഫ്ബി വഴി സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പോകുന്ന തരത്തിലുള്ള പദ്ധതികൾ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്ന സൂചന കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. അത് പക്ഷേ ടോൾ പിരിച്ച് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുക എന്ന് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി കിഫ്ബി വഴി ഇനിയുള്ള പദ്ധതികളിൽ നിന്ന് സാമ്പത്തികമായ നേട്ടമുണ്ടാക്കുക എന്നത് ലക്ഷ്യമാണെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വിശദമായിട്ടുള്ള ചർച്ച ഈ വിഷയത്തിൽ നടന്നു. പക്ഷേ അടിയന്തര പ്രമേയത്തിന് അവതരണ സ്പീക്കർ നിഷേധിച്ചതോടുകൂടി പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുകയും ചെയ്തു.